ഞാൻ പി ആറിന് പേ ചെയ്താണോ ഇത് ഇത്രയും വരുന്നതെന്ന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല, കാര്യം ഇവർ തന്നെ എനിക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. സോ ഐ എം നോട്ട് റിയലി കംപ്ലൈനിങ്, അവരെ ചെയ്തോട്ടെ. പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ആരെയും തെളിയിക്കാൻ വേണ്ടിയോ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഞാൻ എന്റെ പണിയെടുക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അവരുടെ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എന്നെ അങ്ങനെ അല്ല എന്റെ അച്ഛനമ്മയെ വളർത്തിയിട്ടുള്ളത്. എനിക്ക് ബോധ്യം വരണം ഞാൻ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന്. അതിനൊരു മോറൽ കോമ്പസ് ഉണ്ട്, അത് എന്റെ വളർത്തു ഗുണത്തിലുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക്, എന്നെ അറിയാവുന്നവർക്കും അതിന് വൗച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ലൈക്ക് ഐ സെഡ്, അറ്റ് ദിസ് പോയിന്റ് am I a good actor in my opinion? No. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഐ ഹാവ് ടു ഗെറ്റ് ബെറ്റർ. ഐ വിൽ ഗെറ്റ് ബെറ്റർ. അവസരം കിട്ടിയാൽ ഞാൻ മാത്രമല്ല, കിച്ചുവിന്റെ ഫസ്റ്റ് സിനിമയാണത്. കിച്ചുവിന്റെ 10ാമത്തെ സിനിമ അവനെ ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് അവന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അവന് തന്നെ തോന്നും ഞാൻ ഫസ്റ്റ് സിനിമയിൽ എന്താ കാണിച്ചത്. So that's how the trajectory goes for every single actor who wants to do this job. ഇത് പ്രൈമറി ജോബ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതാണ് അവരുടെ ട്രജക്ടറി വരുന്നത്. അതേപോലെ തന്നെ എനിക്ക് അവസരങ്ങൾ കിട്ടിയാൽ ഐ വിൽ പ്രൂവ് മൈ സെൽഫ്. ആൻഡ് അട്ടഹാസിൽ ഇപ്പോ ദീപകേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ കഴിയുമ്പോൾ ഈ ട്രോളുകളെല്ലാം സൈലന്റ് ആവും. എനിക്ക് അതിലൊരു വിശ്വാസമില്ല, ട്രോളർ ഒരിക്കലും സൈലന്റ് ആവത്തില്ല.